എത്രമാത്രം പ്രയത്നിച്ചിട്ടും ജീവിതം മരുഭൂമി പോലെ ആയിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വചനം ഞാൻ നിങ്ങളിലേക്ക് വായിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഗദിരമരം, കൊഴുന്തവും ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. ജീവിതത്തിനകത്ത് പ്രതീക്ഷകളും സാഹചര്യങ്ങളും സാധ്യതകളും അസ്തമിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നും ബ്രദറെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടുള്ള ഒരു പ്രവാചക ശബ്ദമാണ്. നിന്റെ മരുഭൂമിക്ക് അവസ്ഥയ്ക്കകത്തുനിന്ന് നിന്നെ മാറ്റാതെ തന്നെ ആ മരുഭൂമിയെ ഒരു ഉദ്യാനമാക്കി, ഒരു മലർവാടിയാക്കി മാറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ ഖരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെയും ചലിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ ദൂതിനെ സ്വീകരിക്കാം. മരുഭൂമി മലർവാടിയാകുവാൻ പോകുന്നു. മേ ഗോഡ് ബ്ലെസ് യു.